വെൽക്കം ടു CS ട്രാവൽ ബൈറ്റ്സ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഗുജറാത്തി ഡിഷാണ് ഡോക്ല. ഈസി ആയിട്ട് നമ്മൾക്ക് വീട്ടിൽ ഉണ്ടാക്കാവുന്നതാണ്. ഇത് സ്റ്റീം ചെയ്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് അധികം ചേരുവകളൊന്നും തന്നെ നമുക്ക് വേണ്ട. കടലമാവാണ് അതിന്റെ ബേസ് ആയിട്ട് നമുക്ക് വേണ്ട സാധനം. കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ബാറ്റർ തയ്യാറാക്കി നമ്മളിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് എന്നാ കുക്കിങ്ങിലേക്ക് കിടക്കാം. ഡോക്ല ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് കടലമാവ് അരിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ ഈ അരിച്ചു വെച്ചേക്കുന്ന കടലമാവിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും അതിൻ്റെ കൂടെ നമ്മൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിന് നമുക്ക് വിസ്ക് വെച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നമുക്ക് ഒത്തിരി ഇടരുത്. ഒരു നുള്ള് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ഞൾപ്പൊടി കളർ ചേഞ്ച് ആകാൻ വഴിയുണ്ട്. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി വളരെ കുറച്ചേ ഉപയോഗിക്കാവൂ. കടലമാവ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിനി നമ്മൾ ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുക. അതേ കപ്പിൽ തന്നെ നമ്മൾ 1 കപ്പ് വെള്ളം കൂടെ എടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ വിസ്ക് വെച്ചൊന്ന് അടിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് നമ്മൾ മോരുവെള്ളം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. കട്ടയെല്ലാം മാറ്റി നന്നായിട്ട്. ഇപ്പം നമ്മുടെ മോരുവെള്ളം നന്നായിട്ട് കലങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കടലമാവ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറേശ്ശെ ആയിട്ട് ഈ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യുക. ഒരുമിച്ച് എല്ലാം കൂടെ ഒഴിക്കാതെ ആദ്യം കുറച്ചൊഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറേശ്ശെ കൂടെ ഒഴിച്ച് അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ 1 കപ്പ് തൈരും 1 കപ്പ് വെള്ളവും കൂടെ നന്നായിട്ട് കലക്കി എടുത്തത് ഈ കടലമാവിനകത്ത് ചേർത്ത് മിക്സ് ചെയ്ത് കുറേശ്ശെ ആയിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഇപ്പം നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്. മാക്സിമം നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാനായിട്ട് നോക്കണം വിസ്ക് വെച്ചിട്ട്. അതാ എപ്പോഴും നല്ലത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിനെ ഒരു 15 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റിയെടുത്ത് വെക്കുക. ഇനി ഈ സമയം കൊണ്ട് നമ്മൾ ഡോക്ല ഉണ്ടാക്കാനായിട്ട് ഒരു പ്ലേറ്റിലാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഈ പ്ലേറ്റ് എടുത്തൊന്ന് നന്നായിട്ട് ഇതിനെ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇഡ്ഡലി പാത്രത്തിനകത്താണ് ഈ ഡോക്ല ഉണ്ടാക്കുന്നത്. നോർമലായിട്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ സ്റ്റീം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതും സ്റ്റീം ചെയ്തെടുക്കുക ചെയ്യുന്നത്. നമ്മുടെ ഡോക്ലയുടെ ബാറ്റർ നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഈ സമയം കൊണ്ട് ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് വെച്ചാണ് നമ്മൾ ഈ ഡോക്ല ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ 2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 2 പാക്കറ്റ് ഈനോ, ഇത് ഫ്രൂട്ട് സോൾട്ട് ആണ്, ഇത് മേടിക്കുന്നതാണ് നമ്മൾ കടയിൽ നിന്ന്. ഇത് നമ്മൾ ഇതിലൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് നമ്മൾ പിന്നെ ഒന്നുകൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ആവണം. ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മളിത് ബാറ്റർ പാത്രത്തിൽ ഒഴിച്ച് നമ്മൾ ഇഡ്ഡലിത്തട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മളൊരു 30 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. ഡോക്ല സ്റ്റീം ആകുന്ന ഈ സമയം കൊണ്ട് നമുക്ക് ഡോക്ലയ്ക്ക് ആവശ്യമായ പാനി തയ്യാറാക്കാം. നമുക്കപ്പം ഡോക്ലയ്ക്ക് വേണ്ട പാനി തയ്യാറാക്കി വെക്കാം. നമ്മൾ ഒരു 2 സ്പൂണ് എണ്ണ ഒരു ചൂടായ പാനിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ
കടുക് ഇട്ട് കൊടുക്കുക. ഈ കടുക് ഒന്ന് ചെറുതായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 10 പച്ചമുളക് കീറിയത് ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കരിയാപ്പിലയുണ്ട്, അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുക. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ കടലമാവ് അളന്ന ആ സെയിം പാത്രത്തിനകത്ത് 2 കപ്പ് വെള്ളം എടുത്തത് നമ്മൾ ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇത് നമ്മളൊരു ഉപ്പും മധുരവും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന 2 നാരങ്ങയുടെ നീര്, നമ്മൾ നേരത്തെ ഇത് എടുത്തു വെച്ചിരുന്നതാണ്. ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ ഇനി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് അലുത്ത് വരുന്ന വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കണം. ഈ വെള്ളത്തിന് നമുക്കൊരു പുളി, മധുരവും, എരി എല്ലാം കൂടെ ചേർന്ന ഒരു മിക്സ് ആയിട്ടുള്ള വെള്ളം കിട്ടും നമുക്ക്. നമ്മുടെ ഡോക്ല ഇപ്പം കുക്കായിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞു. നമ്മളിനി ഇത് കുറച്ച് നേരത്തേക്കൊന്ന് തണുപ്പിക്കാൻ വെക്കുക. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടുന്നിടം വരെ നമ്മളിതൊന്ന് മാറ്റി വെക്കുക. നമ്മൾ സ്റ്റീം ചെയ്ത് തണുക്കാനായിട്ട് വെച്ച ഡോക്ല ഇപ്പം തണുത്തിട്ടുണ്ട് നന്നായിട്ട്. നമ്മളിനി ഇതിനെ ഒന്ന് സൈഡ് ഇളക്കി കൊടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റുക. ഇപ്പൊ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതിനെ ഒന്ന് മറിച്ചെടുക്കുക. ഓക്കെ, ഇത് പ്ലേറ്റിലായിട്ടുണ്ട്. നമ്മൾ ഈ ഡോക്ലനെ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇതിനെ പീസസ് ആക്കി നമ്മൾ എടുക്കുക. നമ്മൾ ഈ സൈഡ് പീസസ് ഇതിനകത്ത് വെച്ചിട്ട് ഇപ്പം നമ്മൾ ഈ സ്ക്വയർ ആയിട്ടുള്ള പീസസ് വേറൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി വെക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിനെ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. നമ്മൾ കട്ട് ചെയ്ത സ്ക്വയർ പീസസ് 2 പ്ലേറ്റിനകത്ത് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊരു കടയിലെ ഒരു ലുക്കൊക്കെ കിട്ടും നമ്മൾ സ്ക്വയർ പീസിൽ എടുക്കുമ്പോൾ. ബാക്കി നമ്മൾ സൈഡ് മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം നമ്മളത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. നമ്മൾ ആ സൈഡ് പീസ് നമ്മളും യൂസ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ഈ സ്ക്വയർ പീസസിന്റെ മേളിലോട്ട് കുറച്ച് മല്ലിയില വിതറി കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇതിന് മേളിലോട്ടൊന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാനി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് ഇത് ഈ വെള്ളത്തിനകത്ത് കിടന്ന് സോക്കാവും. അന്നത്തേക്ക് ഇത് നന്നായിട്ട് ഇച്ചിരൂടെ ഒന്ന് വലുതാകും. വെള്ളം നിറഞ്ഞ് ഇത് സോക്ക് ചെയ്തിട്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് വലുതാകും. അന്നേരത്തേക്ക് നമ്മുടെ ഇതിൻ്റെ ഈ പാനിയുടെ ടേസ്റ്റ് എല്ലാം ഇതിനൊന്ന് പിടിക്കും. ഫ്ലേവർ എല്ലാം എരിയും പുളിയും മധുരവും എല്ലാം കൂടി ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. അന്നേരം നമുക്കിത് ചൂടോടെ വേണേലും കഴിക്കാം, തണുപ്പിച്ചാണേലും കഴിക്കാം. ഇത് ആക്ച്വലി ഇതൊരു ഗുജറാത്തി ഡിഷാണ്. ഇന്നത്തെ ഞങ്ങളുടെ ഡോക്ലയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ.
നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.